ഗോതമ്പ് മണി നിലത്ത് വീണഴിയാത്ത പക്ഷം അത് അതേപടി ഇരിക്കും, ഒരു ഉപകാരവുമില്ല, ഉച്ചുകുത്തിപ്പോകും. അഴിയുന്ന പക്ഷം ജീവൻ്റെ സമൃദ്ധി നൽകും. തമ്പുരാൻ്റെ ഈ വചനം നമുക്ക് ഉൾക്കൊള്ളാം. ഉരുകിത്തുടങ്ങാതെ ഒരു മെഴുകിനും പ്രകാശം നൽകാനായിട്ട് പറ്റില്ല. അഴുകിത്തുടങ്ങാതെ ഒരു വിത്തിനും സമൃദ്ധിയുടെ വിളവ് നൽകാൻ സാധിക്കില്ല. അലിഞ്ഞു ചേരാതെ ഒരു ഉപ്പിനും സ്വാദ് നൽകാൻ കഴിയില്ല. ഇപ്പോൾ ജീവിതത്തിൻ്റെ മഹനീയമായ പാഠം നമ്മൾ ഇപ്രകാരം ഉരുകിത്തുടങ്ങാനും അഴിഞ്ഞു തുടങ്ങാനും അലിഞ്ഞു ചേരാനും തയ്യാറാകുമ്പോൾ നമ്മളിലൂടെ വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്ത് വിരിയിക്കാൻ കഴിയും. ലോറൻസ് എന്ന ആർച്ച് ഡീക്കൻ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഉരുകിത്തീർന്നവന, വെന്തു വെണ്ണീറായവന. ആ പ്രകാശം ഒരു പട്ടണത്തിൻ്റെ മാനസാന്തരത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതൊന്നും ജീവൻ പോലും അത് നഷ്ടമല്ല, നേട്ടമാണ്. AD 258 ക്രിസ്തുവിന് വേണ്ടി മരിച്ച മനുഷ്യനാണ്. ഏകദേശം എത്ര വർഷങ്ങളായി? 2000 വർഷത്തിനടുത്ത് ഈ മനുഷ്യൻ ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. കാരണം എന്താ? അവൻ ജീവിച്ചതും മരിച്ചതും ക്രിസ്തുവിന് വേണ്ടിയാണ്. കാണിയായിട്ട് കാഴ്ചക്കാരനായിട്ട് ഇങ്ങനെ മാറി നിന്ന് പോയവനല്ല, സാക്ഷ്യമായിട്ട് മാറി എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളൊക്കെ കാണികളായിട്ട് പലപ്പോഴും കണ്ടുപോകുന്നവരാ, സാക്ഷികളായിട്ട് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ കുർബാനയിലും കണ്ടുപോകുന്നവരാ, സാക്ഷികളാകെ എന്ന് വെച്ചാൽ ഈ അൽത്താര വിട്ടിറങ്ങുമ്പോൾ പിന്നെ ക്രിസ്തു ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ഇതിന് കരുത്ത് വേണം. ഇതൊരു വെല്ലുവിളിയാണ്, ധൈര്യം വേണം. ആ കരുത്ത് ദിവ്യകാരുണ്യ ഈശോ നമുക്ക് നൽകട്ടെ.